നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇസൂസുവിൻ്റെ ഈ ഇസൂസു D-Max V-Cross Z Prestige എന്ന മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. V-Cross നമുക്ക് 4 വേരിയൻസിലാണ് അവൈലബിൾ ആവുന്നത്. ഒന്ന് V-Cross 4x2 ഓട്ടോമാറ്റിക്, 4x4 മാനുവൽ, 4x4 മാനുവൽ Z Prestige, V-Cross 4x4 ഓട്ടോമാറ്റിക് Z Prestige. ആ 4 വേരിയൻറ്റിലാണ് നമുക്കിപ്പം വണ്ടി അവൈലബിളായി വരുന്നത്. 4 വേരിയൻറ്റിൽ വരുന്ന V-Crossൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റായ ഈ V-Cross Z Prestige ഓട്ടോമാറ്റിക് 4x4 ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇസൂസിൻ്റെ V-Crossലോട്ട് വരാൻ നേരത്ത് നമുക്ക് 1.9 ലിറ്റർ വരുന്ന ഒരു VGS ഇൻ്റർകൂളർ ഡീസൽ എഞ്ചിനും 163 PHP 360 Nm ടോർക്കും വരുന്ന ഒരു പവർഫുൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. നമുക്ക് ഗിയർ ബോക്സ് വരുന്നത് ടോർക്ക് കൺവെർട്ടറാണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 2023 V-Crossനെ അപേക്ഷിച്ച് 2024 കുറേ പുതുമകളായിട്ടാണ് പുതിയ V-Cross നമുക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് തന്നെ നമുക്ക് ഈ ഒരു എക്സ്ട്രാ ഡുവൽ ടോണിൽ വരുന്ന ഒരു ബമ്പർ ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റേഡിയേറ്റർ ഗ്രില്ല് വന്നുകൊണ്ടിരുന്നത് നമുക്ക് ക്രോം ഫിനിഷ് ആയിരുന്നു. ഇപ്പോൾ നമുക്കത് മാറ്റിയിട്ട് അവർ നമുക്കൊരു ബ്ലാക്ക് കളർ ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹുഡിൻ്റെ ഈ ഒരു ഗാർഡ് വരുന്നത് ഇത് നമുക്ക് ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഫോഗ് ലാമ്പിൻ്റെ സൈഡ് വരുന്ന ബസേഴ്സ് ഇത് നമുക്ക് ഡീക്രോം ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫെൻഡർ ലിപ്പ് ആഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അലോയ്സ് മുമ്പ് വന്നുകൊണ്ടിരുന്ന നമുക്ക് ഡുവൽ ടോണിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് മാറ്റ് ഫിനിഷിലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ മിറേഴ്സിൻ്റെ കവർ വരാൻ നേരത്ത് നമുക്ക് എല്ലാം ക്രോം ഫിനിഷ് മാറി നമുക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ട്. റൂഫ് റെയിലായിരുന്നാലും നമുക്ക് കളർ ഫുൾ പാറ്റേൺ മാറി ബ്ലാക്ക് കളറിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്കിതിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ക്രോം ഫിനിഷിൽ നമ്മൾ ഇതിലൊരു പുതുമ ഒന്നും വരുത്തിയിട്ടില്ല. പഴയ സെയിം വരുന്ന പോലെ തന്നെ നമുക്ക് ക്രോം ഫിനിഷിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ സിനർ ഇതിലിപ്പോഴും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു 4x4 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബമ്പർ വരാൻ നേരത്ത് മുമ്പ് ബമ്പറിൻ്റെ ഈ ഒരു സൈഡ് വരാൻ നമുക്ക് 2 സൈഡ് പാർട്ട് വന്നുകൊണ്ട സമയത്ത് നമുക്കതെല്ലാം ഒരു ക്രോം ഫിനിഷിലാണ് വന്നുകൊണ്ടിരുന്നത് ടോപ്പ് വേരിയൻറ്റിന്. ഇപ്പോൾ നമുക്ക് ടോപ്പ് വേരിയൻറ്റ് വരാൻ നേരത്ത് ഫുള്ളി ഒരു ക്രോം മാറ്റി ഡീക്രോം ചെയ്താണ് വരുന്നത് 2 പീസും. നമുക്കിവിടെ ഒരു ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ വരാനാണെങ്കിൽ നമുക്ക് ഷാർപ്പിന് ആൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ ഒരു ബ്രേക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമുക്ക് സസ്പെൻഷനിലോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഡബിൾ വിഷ് ബോൺ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് റിയറിലെ സസ്പെൻഷനിലോട്ട് വരികയാണെങ്കിൽ സോഫ്റ്റ് റൈഡ് ലീഫ് റിംഗ് സസ്പെൻഷനാണ് നമുക്ക് V-Crossന് വരുന്നത്. നമുക്ക് ടയേഴ്സിലോട്ട് വരികയാണെങ്കിൽ 255 60 6 18 വരുന്ന റേഡിയൽ ടയേഴ്സും പിന്നെ അലോയ് ആണെങ്കിൽ 6 സ്പോക്ക് മാറ്റ് ഫിനിഷ് വരുന്ന അലോയ്സുമാണ് വരുന്നത്. നമുക്ക് V-Crossൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലോട്ട് വരാൻ നേരത്ത് നമുക്ക് ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, ECS വരുന്നുണ്ട്, ESO വരുന്നുണ്ട്, ബ്രേക്കിംഗ് ഓവറോളിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഇതാണ് ഇത്രയും നമ്മൾ V-Crossൽ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ്. നമുക്ക് V-Crossൽ 2 വീൽ ഡ്രൈവ് മാറി 4 വീൽ ഡ്രൈവ് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ബാക്കി വണ്ടിയിലേക്ക് വരുമ്പോൾ ഗിയർ ആയിരിക്കും വരുന്നത്. നമ്മളെ വണ്ടിയിലോട്ട് വരാൻ നേരത്തെ ഇതിൽ നോബാണ് വരുന്നത്. ഇത് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ആണ്. നമുക്കിത് 2 വീൽ ഡ്രൈവിൽ യൂസ് ചെയ്യാം. പിന്നെ 4H to 4L അങ്ങനെ നമുക്ക് 3 രീതിയിൽ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും.
നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ബ്ലോപ്പങ്ങിൻ്റെ 9-ഇഞ്ചിൻ്റെ ഇൻഫോൺ സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇത്രയും വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഈ ഇസഡ് പ്രസ്റ്റീജിൻ്റെ അകത്ത് നമുക്ക് 6-way അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക് സീറ്റ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിങ്ങിലോട്ട് വരാൻ നേരത്തെ ഇസൂസിൻ്റെ ഒരു ബാഡ്ജും കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇസൂസ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നത്, നമുക്ക് സ്റ്റിയറിങ്ങിന് മ്യൂസിക് സിസ്റ്റം കൺട്രോൾസ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ വന്നിട്ട് നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഗ്ലിറ്റ് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്, ടെലസ്കോപ്പിക് വരുന്നില്ല. സ്റ്റിയറിങ്ങിന് നമുക്ക് ഗ്ലിറ്റ് വരുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് വരാൻ നേരത്ത് നമ്മുടെ ഈ ഡോർ പാഡിലായിരുന്നാലും നമ്മൾ ഈ കൺട്രോൾസിൻ്റെ ഒക്കെ ഈ മുകളിലോട്ടൊക്കെ വരാൻ നേരത്തും ഈ പാനൽസിലോട്ടൊക്കെ വരാൻ നേരത്ത് നമുക്ക് ലെതർ ഫിനിഷാണ് വരുന്നത്. ഫുള്ളി ലെതറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് വരുന്നത്. ഇതിലൊരു ജസ്റ്റ് ഒരു സ്മോക്ക് ചെയ്തിട്ടൊരു ഫിനിഷ് വരുന്നുണ്ട് നമുക്ക് ഈ ഗ്രില്ലിലേക്ക്. വീക്രോസിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ആവുന്നത് 25.76 തൊട്ട് നമുക്ക് 13.96 റേഞ്ച് വരെയാണ് നമുക്ക് വരുന്നത്. വീക്രോസ് 80 4x4 ഓട്ടോമാറ്റിക് ഇസഡ് പ്രസ്റ്റീജിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ആവുന്നത് നമുക്ക് 13.96 lakhs ആണ് വരുന്നത്. ഇസൂസിൻ്റെ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ EVM ഇസൂസിൻ്റെ ഷോറൂമായ തിരുവല്ലത്ത് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിയർ ബൈ ഏതാണ് ഷോറൂം വരുന്നത് EVM ഗ്രൂപ്പിൻ്റെ അതുവരെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവിധ ഫിനാൻസ് സൗകര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്.